നമസ്കാരം, മഹാന്മാൻ ന്യൂസിലേക്ക് സ്വാഗതം. കരിപ്പൂർ ഹജ്ജ് കമ്മിറ്റിക്കെതിരെ വലിയ പരാതി. ഹജ്ജ് ക്യാമ്പിലെ വോളണ്ടിയർമാരെ തിരഞ്ഞെടുത്തതിൽ പക്ഷപാതം. വലിയ പ്രതിഷേധവുമായി പ്രാദേശിക മുസ്ലിം ലീഗ് നേതൃത്വം. കരിപ്പൂർ വിമാനത്താവളത്തോടനുബന്ധിച്ച് പ്രവർത്തനം ആരംഭിച്ച ഹജ്ജ് ക്യാമ്പിൻ്റെ ഹജ്ജ് കമ്മിറ്റി പക്ഷപാതപരമായി പെരുമാറുകയാണെന്ന് വ്യാപകമായ പരാതി. രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്നും പ്രാദേശിക മുസ്ലിം നേതാക്കൾ പരാതിപ്പെട്ടിരിക്കുന്നു. മുസ്ലിം മതവിശ്വാസികൾക്ക് ഹജ്ജിന് യാത്ര തിരിക്കുന്ന അവസരത്തിൽ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുവാനും സഹായങ്ങൾ ചെയ്യുവാനും വേണ്ടി തയ്യാറാക്കുന്നതാണ് സർക്കാർ വക ഹജ്ജ് ക്യാമ്പുകൾ. ഹജ്ജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരിപ്പൂരിൽ പ്രവർത്തനം തുടങ്ങിയ ഹജ്ജ് ക്യാമ്പിൽ സന്നദ്ധ സേവകരെ തിരഞ്ഞെടുത്തത് പോലും ചില രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ വെച്ചുകൊണ്ടായിരുന്നു എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഹജ്ജ് കമ്മിറ്റികൾ ഇത്രയും കാലം പ്രവർത്തിച്ചു പോന്നിട്ടുള്ള രാഷ്ട്രീയവുമായി യാതൊരു ഇടപെടലുകളും നടത്താതെയായിരുന്നു. ഈ കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് നിലവിലെ ഹജ്ജ് കമ്മിറ്റി സന്നദ്ധ സേവകരെ നിയമിച്ചത് എന്ന പരാതിയാണ് മുസ്ലിം ലീഗ് പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ ഉയർത്തിയിരിക്കുന്നത്. ചില പ്രത്യേക വിഭാഗം ആൾക്കാരെ മാത്രം ഹജ്ജ് ക്യാമ്പിൻ്റെ സന്നദ്ധ സേവകരായി നിയമിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരണം നടത്തിയതായി ആരോപണം ഉയർന്നിട്ടുണ്ട്. സന്നദ്ധ സേവകരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അപേക്ഷാ വിതരണം ചെയ്തതുപോലും ഒരു സംഘടനയുടെ അനുഭാവികൾക്ക് മാത്രമായിരുന്നു എന്നാണ് പരാതിയായി ഉയർന്നു വന്നിരിക്കുന്ന ആക്ഷേപം. ഹജ്ജ് കമ്മിറ്റി അംഗങ്ങൾ സമൂഹ മാധ്യമം വഴി സന്നദ്ധ സേവകരെ നിയമിക്കുന്ന വിവരം പരസ്യപ്പെടുത്തുകയും സ്വന്തം താൽപ്പര്യക്കാർക്ക് മാത്രം അപേക്ഷകൾ വിതരണം ചെയ്യുകയും ചെയ്തു എന്നാണ് ഉയർന്നു വന്നിട്ടുള്ള പരാതി. ഇത് തികച്ചും ഹജ്ജ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ പാലിക്കേണ്ട ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നും ആക്ഷേപം ഉന്നയിക്കുന്നവർ പറയുന്നുണ്ട്. ഇതിനിടെ ഹജ്ജ് കമ്മിറ്റി സെക്രട്ടറിയെ സ്ഥലം മാറ്റിയത് സംബന്ധിച്ച പരാതികളും മുസ്ലിം ലീഗ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളുടെ പ്രത്യേക താൽപ്പര്യപ്രകാരമുള്ള ചില നിർദ്ദേശങ്ങൾ അംഗീകരിക്കാതെ വന്നതാണ് സെക്രട്ടറിയോടുള്ള വിരോധത്തിന് കാരണമെന്നാണ് അറിയുന്നത്. ഇതിനെതിരെയും ലീഗ് നേതാക്കൾ പരാതി ഉയർത്തുന്നുണ്ട്. സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഹജ്ജ് കമ്മിറ്റികളുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ മഹത്തായ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. ഒരു തരത്തിലുള്ള പക്ഷപാതപരമായ ഇടപെടലുകളോ ഒന്നും ഈ കമ്മിറ്റി നടത്തിയിരുന്നില്ല എന്ന പരാതിയിൽ പറയുന്നു. ഹജ്ജ് ക്യാമ്പുകൾ പ്രവർത്തിക്കുക എന്ന സർക്കാരിൻ്റെ തീരുമാനത്തിന് പൊതു താൽപ്പര്യത്തിൻ്റെ ഘടകവും അതുപോലെ തന്നെ വിശാലമായ കാഴ്ചപ്പാടുകളുടെ അന്തസത്വമുണ്ടായിരുന്നു. നിലവിലെ ഹജ്ജ് കമ്മിറ്റി ഇത്തരത്തിലുള്ള കഴിഞ്ഞകാല കമ്മിറ്റികളുടെ മഹത്തായ പ്രവർത്തനത്തിൻ്റെ പാരമ്പര്യം പോലും നശിപ്പിക്കുകയാണ് എന്നും കരിപ്പൂർ മുസ്ലിം പാർട്ടിയുടെ നേതാക്കൾ ആരോപണമായി ഉന്നയിക്കുന്നുണ്ട്. മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു കാര്യമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒന്നാണ് ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുക്കുക എന്ന്. കാലങ്ങളായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് ത്യാഗപൂർണമായ യാത്ര നടത്തി മക്കയിലും മദീനയിലും ഹജ്ജ് കർമ്മങ്ങൾക്കായി എത്തിച്ചേരുന്നത്. കേരളത്തിൽ നിന്നും ഓരോ വർഷവും ഹജ്ജ് യാത്രയ്ക്ക് വേണ്ടി ആയിരക്കണക്കിന് അപേക്ഷകർ കടന്നു വരാറുണ്ട്. എന്നാൽ ഇതിൽ ഹജ്ജ് കമ്മിറ്റിക്കാർക്ക് വേണ്ട പരിശോധനകൾ നടത്തി വിമാനയാത്രാ സൗകര്യത്തിൻ്റെയും മറ്റു അടിസ്ഥാനത്തിൽ ഹജ്ജ് യാത്രയ്ക്കുള്ളവരെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് നടന്നു വരാറുള്ളത്. ഇത്തരത്തിൽ ഹജ്ജ് ക്യാമ്പുകളിൽ പങ്കെടുത്ത് ഹജ്ജ് കർമ്മം അനുഷ്ഠിക്കാൻ പോകുന്നവർക്ക് വിമാന നിരക്കിലും മറ്റും വലിയ ആനുകൂല്യം സർക്കാർ നൽകി വരുന്നുമുണ്ട്. എന്നാൽ ഈ ക്യാമ്പുകളിൽ എത്തുന്നവരിൽ നിന്നും യോഗ്യരായവരെ തിരഞ്ഞെടുക്കുന്നതിൽ നിലവിൽ സർക്കാരിൽ പ്രത്യേക ഇടപെടലുമൊന്നുമില്ല. ഹജ്ജ് കർമ്മത്തിന് പോകുന്നതിന് എത്തുന്ന ആൾക്കാർക്ക് വേണ്ട സൗകര്യമൊരുക്കുന്ന ആൾക്കാരാണ് വോളണ്ടിയർമാരായി തിരഞ്ഞെടുക്കപ്പെടുന്നവർ. ഈ വോളണ്ടിയർമാരെ തിരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ വലിയ പരാതി ഉയർന്നു വന്നിരിക്കുന്നത്. ഏതായാലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മഹത്തരമായ കർമ്മമാണ് ഹജ്ജ് യാത്രയിലൂടെ സഫലമാകുന്നത്. അത്തരത്തിൽ മഹത്തരമായ ചടങ്ങിന് അരങ്ങൊരുക്കുന്ന സംവിധാനങ്ങളിൽ അനാവശ്യ ഇടപെടൽ നടത്താനോ അതിൻ്റെ പേരിൽ പരാതി ഉയർത്താനോ ഒരു തരത്തിലും ന്യായീകരിക്കാവുന്ന കാര്യവുമല്ല. അടിയന്തരമായി പ്രശ്നപരിഹാരമുണ്ടാക്കി വിശുദ്ധവും പരിപാവനവുമായ കാണുന്ന ഹജ്ജ് കർമ്മത്തിൻ്റെ മാഹാത്മ്യം നഷ്ടപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും ഒരു മനസ്സോടെ പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. നന്ദി.